മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു. 2000-ൽ ജോലി നേടി കുവൈത്തിലെത്തിയെങ്കിലും ഓയിൽ ഫീൽഡിൽ ഒരു ജോലി എന്ന സ്വപ്നം കണ്ടിരുന്ന ആ യുവാവിന് പക്ഷേ വിധി കാത്തുവച്ചിരുന്നത് ഒരു ഡ്രൈവർ ജോലിയായിരുന്നു. ഉയർച്ച താഴ്ചകളിലൂടെയുള്ള തന്റെ ജീവിതയാത്രയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പെട്രോടെക് എന്ന പേരിൽ ഒരു പെട്രോ കെമിക്കൽ എക്സ്പോർട്ടിംഗ് കമ്പനിക്ക് തുടക്കം കുറിച്ചു. കുവൈത്തിൽ ആരംഭിച്ച് UAE, സൗദി അറേബ്യ, ഇന്ത്യ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഫോസിൽ ഗ്രൂപ്പിന്റെ അമരക്കാരനായിരിക്കുന്നതോടൊപ്പം സയൻസ് ഓഫ് ഹാപ്പിനെസ്സിൽ PhD എടുത്തു തന്റെ പേരിനൊപ്പം ഡോക്ടർ എന്ന പദവി കൂടി കൂട്ടിച്ചേർത്തു ഡോക്ടർ അബ്ദുസലാം. ഫോറം മാൾ, ആയുർ ഗ്രീൻ തുടങ്ങിയ ഒട്ടനവധി സ്ഥാപനങ്ങളിലെ സാരഥി കൂടിയായ ഡോക്ടർ അബ്ദുസലാം ഇന്ന് UAE-യിലെ 100 പ്രശസ്ത വ്യവസായികളിൽ ഒരാളാണ്. തിരക്കേറിയ തന്റെ ബിസിനസ് ജീവിതത്തിനിടയിലും മത, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, കലാരംഗത്തെ പ്രമുഖരുമായുള്ള ബന്ധം ഏറെ വിലമതിക്കുന്ന ഡോക്ടർ അബ്ദുസലാമിന് ബൃഹത്തായ ഒരു സൗഹൃദ വലയം തന്നെയുണ്ട്. അശരണരുടെ അത്താണിയായ പൊന്നാനി താലൂക്ക് നിവാസികളുടെ ആഗോള സംഘടനയായ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷന്റെ സന്തത സഹചാരിയായ ഡോക്ടർ അബ്ദുസലാമിന് ഞങ്ങളുടെ പ്രിയ സലാം കത്ത്, നാടിന്റെ സ്നേഹാദരം. I would like to call upon Dr. Abdul Salam, Chairman Fossil Group, to kindly come over to receive the award for the Business Excellence Award, honored from CS, Mr. Shri Siddiq Maulavi, the respected President of the BCWF Global Committee. In presence of the Chief Guest of the Day, Dr. Mariam Al-Shanasi. It is the moment when we are witnessing Dr. Abdul Salam, the Chairman of Fossil Group, receiving the Business Excellence Award. ഇപ്പൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ സാധാരണയിൽ ഒരു സാധാരണക്കാരനാണ്. നമ്മളെ നസീർ ചുങ്കത്ത്, അതുപോലെ തന്നെ CS ഉസ്താദ്, ഞാൻ അദ്ദേഹത്തെ ഒരുപാട് സംസാരിച്ച ഒരാളാണ്. അപ്പോൾ ഈ ഒരു സംഘടനയെ പറ്റിയിട്ട് ഇതിനെ ഒരു ആത്മാവുള്ള സംഘടന എന്നാണ് ഞാൻ വിചാരിക്കാറ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ സംഘടനകൾക്കും ഒരു ഉദ്ദേശം ഉണ്ടാവും. ഇവരൊരു അൺകണ്ടീഷണലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കണ്ടീഷൻ വെക്കാത്തൊരു സംഘടനയാണ്. ഞാൻ ഒരുപാട് സമയം CS ഉസ്താദിനായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഇവരൊക്കെ കുട്ടികളെല്ലാവരും, അതുമാതിരി തന്നെ നസീർ ഭായ് ചുങ്കത്തറ, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, എപ്പോഴും ഞങ്ങളുടെ അടുത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ എടുത്ത വിഷയം എന്ന് പറയുന്നത് സയൻസ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ വിഷയമാണ്, സന്തോഷത്തിൻ്റെ ശാസ്ത്രം. ഇപ്പോൾ നമ്മളെ മറിയം, സയ്യിദ മറിയം എന്തൊക്കെ ഹാപ്പിനെസ്, സന്തോഷം, മാന ഹാദ ഹാപ്പിനെസ് തഅറഫ ഹാദ സ അദിൽ അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹ് റഹ്മാലിദൈക്ക് ഹദൽ കലാം അൻത ലീഷ് അൻത ഹബ്ബി മലയാളി അശാൻ നഹ്ന ഹബ്ബ് ഹദൽ കലാം വല്ലാഹ് ഹദൽ കലാം ഖവി അൽഹംദുലില്ലാഹ് അന വാജിദ് ഹബ്ബ് ഹദൽ കലാം അന അഖതി ഡോക്ടറേറ്റ് മിൻ സയൻസ് ഓഫ് ഹാപ്പിനെസ് عشان انا اقول انت قول قبل مره كلمت يا ഹാപ്പിനെസ് സൈൻ. അപ്പോൾ ഈ സംഘടന അൽഹംദുലില്ലാഹ് ഒരാളുകളെ എന്തെങ്കിലും കൊടുത്തേണ്ട ഒഴിവാക്കല്ല ചെയ്യണത്. എന്താണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു സംഘടനയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇപ്പോൾ ഒരാൾ എന്ത് കൊടുത്താലും ഒന്നും ആവില്ലല്ലോ. കിട്ടണവന് മേടിച്ചു കൊണ്ടേയിരിക്കും, കൊടുക്കുന്നവന് കൊടുത്തുകൊണ്ടേയിരിക്കും. അവരെ തന്നെ പ്രാപ്തരാക്കുക എന്നുള്ളത് അത് വേറൊരു റേഞ്ചാണ്. ഇപ്പോൾ ഈ മക്കളെ കെട്ടിക്കണ ഇതിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ, അതൊക്കെ വലിയ കാര്യങ്ങളാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അതുപോലെ ഇവർ പറഞ്ഞു മറ്റേ സ്വർണം കൊടുക്കണതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാലും ഞങ്ങൾ ഡിക്ലെയർ ചെയ്യാറില്ല, എന്നാലും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതിലൊരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഞങ്ങളൊരു 5 പവൻ്റെ സ്വർണം കൊടുക്കാം. പിന്നെ ആ കുട്ടി റഹീം ഇവിടെ വന്നല്ലോ. റഹീം അൽഹംദുലില്ലാഹ് റഹീമിൻ്റെ മാതിരത്തെ കുട്ടികളുള്ളത് കൊണ്ടായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകം നശിപ്പിക്കാതിരിക്കണേ. അവർ ചെറുതായിട്ട് ഒതുങ്ങി കൂടിയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇത്ര കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കെ, ഇവിടെ പൈസക്കാരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടായിരിക്കാം, എല്ലാവരും ഉണ്ടായിരിക്കാം. പക്ഷെ ആ കുട്ടി അവിടുന്ന് ഞങ്ങളിങ്ങനെ 4 ആളുകൾ 5 ആളുകൾ റൂമിൽ കഴിയുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് വന്ന് അങ്ങനത്തെ ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലവും ബർക്കത്തും ചെയ്യട്ടെ. വളരെയധികം എനിക്ക് സന്തോഷമായി. ഇങ്ങനത്തെ ഒക്കെ ആളുകൾ ഉള്ളത് കൊണ്ടാകാം ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിനെ ഇങ്ങനെ നിലനിർത്തുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും വളരെയധികം സന്തോഷം. പൊന്നോത്സവ് എന്നെ ഇതിന് ക്ഷണിച്ചതിന് ഞാൻ അതിനൊന്നും അർഹനല്ല. എന്നാലും നിങ്ങൾ ഈ തന്ന ഈ സ്നേഹത്തിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വളരെയധികം നന്ദി സലാംക്ക. താങ്ക് യു. ഇവിടെ നമ്മുടെ പൊന്നോത്സവിൻ്റെ വേദിയിൽ വന്നതിനും സലാംക്കാൻ്റെ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നല്ലൊരു പ്രാസംഗികനും
സംസാരപ്രിയനും ആണെന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും പൊന്നോത്സവിന്റെ ഭാഗത്തുനിന്ന് PCWFന്റെ ഭാഗത്തുനിന്ന് പൊന്നാനിക്കാരുടെ ഭാഗത്തുനിന്ന് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് സലാംക്ക. താങ്ക് യു.